അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തെ തുടർന്ന് കനത്ത രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെ കടന്നുപോകുന്ന ഇറാനിൽ നിന്നും തികച്ചും സ്ഫോടനാത്മകമായ ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടെഹ്റാനിലെ പ്രശസ്തമായ ഖൊമൈനി ഗ്രാൻഡ് മൊസല്ലയിൽ നടന്ന പൊതുശവ സംസ്കാര ചടങ്ങിന്റെ രണ്ടാം ദിനത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പരസ്യമായ കൊലവിളി ഉയർന്നു. വിലാപയാത്രയിൽ പങ്കെടുത്ത വൻ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഔദ്യോഗിക വേദിയിൽ നിന്നുണ്ടായ ആഹ്വാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധപ്രതീതി ജനിപ്പിക്കുന്നതാണ്. ചടങ്ങുകൾ നിയന്ത്രിച്ചിരുന്ന അനൗൺസർ പള്ളിയെയും പരിസരത്തെയും പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരണത്തിനായി പരസ്യമായി ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക ഭരണകൂട കവി മുഹമ്മദ് റസൂലി ഉച്ചഭാഷിണിയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രോശിച്ചത്. ട്രംപിനെ അതീവ മോശമായ വാക്കുകളിൽ വിശേഷിപ്പിച്ച അദ്ദേഹം അവൻ ഇപ്പോഴും എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് ജനക്കൂട്ടത്തോട് ആവർത്തിച്ചു ചോദിച്ചു. ഔദ്യോഗിക വേദിയിൽ നിന്നുള്ള ഈ പ്രകോപനപരമായ ചോദ്യം അവിടെ തടിച്ചുകൂടിയിരുന്ന ലക്ഷക്കണക്കിന് ഇറാൻ ജനതയെ പെട്ടെന്ന് തന്നെ അക്രമാസക്തമായ മുദ്രാവാക്യങ്ങളിലേക്ക് നയിച്ചു. പള്ളി പരിസരം ഒന്നടങ്കം കുലുങ്ങുന്ന രീതിയിൽ അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം എന്ന രീതിയിലുള്ള കടുത്ത മുദ്രാവാക്യങ്ങൾ ജനക്കൂട്ടം ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അന്തരിച്ച നേതാവിനോടുള്ള ആദരസൂചകമായി തുടങ്ങിയ ചടങ്ങ് നിമിഷങ്ങൾക്കകം പാശ്ചാത്യ വിരുദ്ധതയുടെ കനത്ത പ്രതിഷേധ വേദിയായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ കനത്ത ആഘാതം സൃഷ്ടിക്കാൻ പോകുന്നതാണ് ടെഹ്റാനിൽ നിന്നും പുറത്തുവന്ന ഈ ദൃശ്യങ്ങൾ. ഖമേനിയുടെ വിയോഗത്തോടെ ഇറാൻ ഭരണകൂടം കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുകയാണ് എന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. പ്രത്യേകിച്ചും മുൻപ് ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ വധത്തിന് ഉത്തരവിട്ട ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെയുള്ള ഈ പരസ്യമായ വധഭീഷണി അതീവ ഗൗരവത്തോടെയാണ് വാഷിംഗ്ടൺ വീക്ഷിക്കുന്നത്. എന്നാൽ ടെഹ്റാനിലെ തെരുവുകളിൽ ഇത്തരത്തിൽ യുദ്ധസമാനമായ അന്തരീക്ഷവും കടുത്ത അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഉയരുമ്പോഴും അണിയറയിൽ തികച്ചും വിപരീതമായ മറ്റൊരു നയതന്ത്ര നാടകം നടക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. പ്രാദേശികമായ ശത്രുതകൾ അവസാനിപ്പിക്കുന്നതിനും മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഇറാനിയൻ ഭരണകൂടത്തിലെ ഒരു വിഭാഗം നയതന്ത്രജ്ഞർ US പ്രതിനിധികളുമായി അതീവ രഹസ്യവും തന്ത്രപ്രധാനവുമായ ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത ശത്രുതയ്ക്ക് അറുതി വരുത്താൻ പോകുന്ന ഒരു വലിയ ധാരണാപത്രം ഒപ്പുവയ്ക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് സജീവമായി നടക്കുമ്പോൾ തന്നെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങിൽ വെച്ച ട്രംപിനെ വധിക്കാൻ ആഹ്വാനം ചെയ്ത ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ കടുത്ത ഭിന്നതയെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന മിതവാദികളായ നയതന്ത്രജ്ഞരും കടുത്ത അമേരിക്കൻ വിരുദ്ധതയും യുദ്ധ നിലപാടുകളും തുടരണമെന്ന വാശി പിടിക്കുന്ന തീവ്ര നിലപാടുകാരായ സൈനിക മത നേതാക്കളും തമ്മിലുള്ള ആഭ്യന്തര കലഹമാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള കടുത്ത നിലപാടുകാർക്ക് ഭരണകൂടം പാശ്ചാത്യ ശക്തികളുമായി ഒത്തുതീർപ്പിലെത്തുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പരമോന്നത നേതാവിന്റെ വിയോഗം സൃഷ്ടിച്ച ഈ വൈകാരിക അന്തരീക്ഷത്തെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ചടങ്ങിൽ കവി മുഹമ്മദ് റസൂലിയെ പോലുള്ളവർ നടത്തിയ പ്രസംഗങ്ങൾ ഈ വിഭാഗത്തിന്റെ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. ഈ പരസ്യമായ കൊലവിളിയും കടുത്ത മുദ്രാവാക്യങ്ങളും നിലവിൽ പുരോഗമിക്കുന്ന അതീവ സംവേദനക്ഷമമായ US ഇറാൻ നയതന്ത്ര ചർച്ചകളെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. ഇറാനുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറാകരുത് എന്ന് വാദിക്കുന്ന വാഷിംഗ്ടണിലെ കൺസർവേറ്റീവ് നേതാക്കൾക്ക് ഈ സംഭവം വലിയൊരു ആയുധമായി മാറും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകൂടവുമായി സമാധാന ചർച്ചകൾ സാധ്യമല്ലെന്ന നിലപാട് അമേരിക്ക വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ഈ വിലാപയാത്രയുടെ ദൃശ്യങ്ങൾ ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ട്രംപിനെതിരെയുള്ള ആക്രോശങ്ങളും കടലിളകി മറയുന്നത് പോലെയുള്ള ജനക്കൂട്ടത്തിന്റെ മുദ്രാവാക്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ വാർത്തയായി. സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര പ്രതിരോധം സൃഷ്ടിക്കും. ഹോർമുസ് കടലിടുക്കിലെയും അറേബ്യൻ കടലിലെയും കടുത്ത സൈനിക അസ്വസ്ഥതകൾക്കിടയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നത് ഇതിന്റെ ഗൗരവം ഇരട്ടിയാക്കുന്നു. ഒരു വശത്ത് US യുദ്ധക്കപ്പലുകളും മറുവശത്ത് ഇറാന്റെ പിന്തുണയുള്ള പ്രവിശ്യ ഗ്രൂപ്പുകളും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യത്തിൽ ടെഹ്റാനിൽ നിന്നുള്ള ഇത്തരം പ്രകോപനങ്ങൾ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. ഏത് നിമിഷവും ഒരു യുദ്ധ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ വിഭാഗവും ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മുൻപും ട്രംപിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും വധഭീഷണികൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ പരസ്യമായ ആഹ്വാനം അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും പുനഃപരിശോധിക്കാൻ US രഹസ്യാന്വേഷണ ഏജൻസികളെ പ്രേരിപ്പിക്കും.
ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകലം ഇനിയും വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ. അന്തരിച്ച ആയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാനെത്തിയ സാധാരണക്കാരായ ജനങ്ങൾ പലപ്പോഴും ഭരണകൂടത്തിന്റെ ഈ കടുത്ത രാഷ്ട്രീയ അജണ്ടകൾക്ക് ഇരയാവുകയാണ് ചെയ്യുന്നത്. നേതാവിന്റെ വിയോഗത്തിലുള്ള തങ്ങളുടെ കടുത്ത ദുഃഖത്തെ പാശ്ചാത്യ വിരുദ്ധ വികാരമാക്കി മാറ്റാൻ തീവ്ര നിലപാടുകാർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. വരും ദിവസങ്ങളിലും ഈ വിലാപയാത്ര രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുമ്പോൾ സമാനമായ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. ഈ വലിയ ആഭ്യന്തര ഭിന്നത വരും ദിവസങ്ങളിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയെയും സ്വാധീനിക്കും. പാശ്ചാത്യ രാജ്യങ്ങളോട് കടുത്ത ശത്രുത പുലർത്തുന്ന ഒരാൾ അധികാരത്തിൽ വരണമെന്ന നിർബന്ധത്തിലാണ് റവല്യൂഷണറി ഗാർഡ്സ്. ടെഹ്റാനിലെ തെരുവുകളിൽ ഉയർന്ന ഈ മുദ്രാവാക്യങ്ങൾ വരാൻ പോകുന്ന ഭരണമാറ്റത്തിന്റെ ദിശ വ്യക്തമാക്കുന്നതാണ്. ഏതായാലും ഇമാം ഖൊമൈനി ഗ്രാൻഡ് മൊസലയിൽ നിന്നും ഉയർന്നു വന്ന ആ ക്രോധത്തിന്റെ ശബ്ദം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നയതന്ത്രജ്ഞരുടെ ചർച്ചകൾ പരാജയപ്പെടുകയും തെരുവുകളിലെ കൊലവിളികൾക്ക് ഭരണകൂടം മുൻഗണന നൽകുകയും ചെയ്താൽ മേഖല വീണ്ടും ഒരു കടുത്ത രക്തച്ചൊരിച്ചിലിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. വരും ദിവസങ്ങളിലെ US ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആഗോള സമൂഹം.